1985 തിരുവനന്തപുരം ജില്ലയിലെ നേമം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു. 1985 ഒക്ടോബർ 6-ാം തീയതി രാത്രി നടന്ന ഈ ആക്രമണം നടത്തിയതാരാണ്? അടിയന്തരാവസ്ഥക്കാലത്തായിരുന്നെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ 1975 നിലവിൽ വന്ന അടിയന്തരാവസ്ഥ 2 വർഷത്തിനു ശേഷം 1977 പിൻവലിച്ചു. പിന്നെ എങ്ങനെയാണ്, ആർക്കാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനുള്ള ധൈര്യം? കേരളത്തെ നടുക്കിയ ആ ആക്രമണം നടത്തിയത് ആരാണ്? എന്തായിരുന്നു കാരണം? പറയാം. 39 കൊല്ലങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് കർണാടകക്കാരനായ ഒരു പട്ടാളക്കാരന് നേമം പോലീസ് ഇൻസ്പെക്ടറിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നു. ഇതിനെക്കുറിച്ച് 2 വാദങ്ങളാണ് നിലവിലുള്ളത്. ആദ്യത്തെ വാദത്തിനാണ് പ്രചാരം കൂടുതൽ. 1985 ഒക്ടോബർ 6 പകൽ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ നായിക് ബൊപ്പയ്യ പ്രാവച്ചമ്പലം മാർക്കറ്റിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നു എന്നുള്ള വിവരം നേമം പോലീസിന് കിട്ടുന്നു. അന്നത്തെ SI സോമശേഖരൻ നായരും സംഘവും മാർക്കറ്റിലെത്തി നായിക് ബൊപ്പയ്യയെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മദ്യപിച്ച് ബഹളം വെച്ച ബൊപ്പയ്യ പട്ടാളക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ അദ്ദേഹത്തെ വിട്ടയച്ചു. എന്നാൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേമം പോലീസ് മുക്കുന്നിമലയിലെ ഫയറിംഗ് റേഞ്ചിലെത്തി എക്സൈസുകാരെ തടഞ്ഞുവെച്ചു എന്ന കുറ്റം ചുമത്തി ബൊപ്പയ്യയെ അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ വിശദീകരണം ഇതായിരുന്നു. എന്നാൽ നാട്ടുകാരും പട്ടാള അധികൃതരും ഈ വാദം വിശ്വസിച്ചില്ല. സൈനിക ക്യാമ്പിലെത്തി ഒരു പട്ടാളക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പട്ടാളത്തിന് അപമാനമായി തോന്നി. എന്നാൽ നാട്ടുകാർ പറയുന്നത് മറ്റൊരു കഥയാണ്. സ്വകാര്യ വാഹനങ്ങളിൽ എക്സൈസ് സംഘം മുക്കുന്നിമലയിലെ ഫയറിംഗ് ക്യാമ്പിലെ നിരോധിത മേഖലയിലെത്തി. അവിടെ കാവൽ നിന്ന പാറാവുകാർ കൈകാണിച്ചിട്ടും വാഹനങ്ങൾ നിർത്താതെ അകത്തേക്ക് പോയി. എന്നാൽ മടങ്ങി വന്നപ്പോൾ എക്സൈസുകാരെ തടഞ്ഞു നിർത്തിയ പാറാവുകാർ അവരുടെ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുത്തു. അങ്ങനെ നടന്ന് നേമം പോലീസ് സ്റ്റേഷനിലെത്തിയ എക്സൈസുകാർ പോലീസിനോട് പരാതിപ്പെട്ടു. ഇതോടെ SI സോമശേഖരൻ നായരുടെ നേതൃത്വത്തിൽ സൈനിക ക്യാമ്പിലെത്തിയ പോലീസ് ബൊപ്പയ്യയെ മർദ്ദിച്ചവശനാക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും സമയം രാത്രി 10 മണിയായിരുന്നു. ഇത് പോലീസും സമ്മതിക്കുന്നുണ്ട്. ബൊപ്പയ്യ മദ്യപിച്ചിരുന്നു എന്ന പോലീസിന്റെ വാദം പട്ടാളം അംഗീകരിച്ചില്ല. പട്ടാള ക്യാമ്പിൽ കടന്നുകയറി രാത്രി ഒരു സൈനികനെ മർദ്ദിച്ചവശനാക്കി കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടി ഉന്നത സൈനിക കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചു. എന്നാൽ പട്ടാള ക്യാമ്പിൽ കടന്നുകയറി തങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ പിടികൂടിക്കൊണ്ടുപോയ പോലീസിനോട് ക്ഷമിക്കാൻ പട്ടാളക്കാർ തയ്യാറായിരുന്നില്ല. അവർ അതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു. അങ്ങനെ അർദ്ധരാത്രിയോടെ 150ഓളം വരുന്ന പട്ടാളക്കാർ പട്ടാള ചിട്ടയിൽ തന്നെ നേമം പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. അതിനു മുമ്പ് അവർ പട്ടാള ട്രക്കുകൾ മറ്റൊരു വാഹനത്തിനും കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ റോഡിന് കുറുകെ നിർത്തിയിട്ടു. റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ പട്ടാളക്കാർ തന്നെ നിയന്ത്രിച്ച് മറ്റു റോഡുകളിൽ കൂടി വഴിതിരിച്ചു വിട്ടു. ഇതോടെ നേമം പോലീസ് സ്റ്റേഷൻ ഒറ്റപ്പെട്ടു. യൂണിഫോമിൽ 2 ലഫ്റ്റനന്റുമാരടക്കമാണ് എത്തിയത്. തോക്കുകളുമായി സ്റ്റേഷനകത്തേക്ക് ഇരച്ചെത്തിയ പട്ടാളക്കാർ ആദ്യം പാറാവുകാരന്റെ തോക്ക് പിടിച്ചുവാങ്ങി ദൂരെ എറിഞ്ഞ ശേഷം ഓപ്പറേഷൻ നേമം പോലീസ് സ്റ്റേഷൻ തുടങ്ങി. അകത്തേക്ക് കയറിയ പട്ടാളക്കാർ ടെലിഫോൺ നിലത്തടിച്ചു തകർത്തു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനോട് ലോക്കപ്പിന്റെ താക്കോൽ ചോദിച്ചെങ്കിലും കൊടുക്കാൻ അയാൾ വിസമ്മതിച്ചു. തോക്ക് ചൂണ്ടിയപ്പോൾ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ താക്കോൽ കൊടുത്തു. ലോക്കപ്പ് തുറന്ന പട്ടാളക്കാർ ബൊപ്പയ്യയെ കൊണ്ടുപോയി. ഇതിനിടയിൽ പട്ടാളക്കാർക്ക് അറിയേണ്ടിയിരുന്നത് SI സോമശേഖരൻ നായർ എവിടെയാണ് എന്നുള്ളതായിരുന്നു. പോലീസുകാർക്ക് അപകടം മനസ്സിലായി. അതിലൊരാൾ പട്ടാളക്കാരുടെ കണ്ണ് വെട്ടിച്ച് മതിൽ ചാടി ക്വാർട്ടേഴ്സിന്റെ ഭാഗത്തേക്ക് പോയി. SI സോമശേഖരൻ നായർ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നേയില്ല. പോലീസുകാരൻ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ പുറത്തേക്കിറങ്ങിയ SIക്ക് സംഗതി പന്തിയല്ലെന്ന് മനസ്സിലായി. മതിൽ ചാടി രക്ഷപ്പെട്ട അദ്ദേഹം കുറച്ചപ്പുറത്തുള്ള ഒരു വീട്ടിലെ കോഴിക്കൂട്ടിൽ കയറിയിരുന്ന് നേരം വെളുപ്പിച്ചാണ് രക്ഷപ്പെട്ടത് എന്ന് അന്ന് വാർത്തകൾ വന്നിരുന്നു. എല്ലാം കഴിഞ്ഞ് പട്ടാളക്കാർ മടങ്ങിപ്പോയപ്പോൾ ആന കയറിയ കരിമ്പിൻകാട് പോലെയായി കഴിഞ്ഞിരുന്നു അത്രേ നേമം പോലീസ് സ്റ്റേഷൻ. എന്നാൽ ഈ കഥയ്ക്ക് ഒരു മറുവശം കൂടിയുണ്ടെന്ന് പഴയ പോലീസുകാർ ഉൾപ്പെടെയുള്ള ചിലർ പറയുന്നു. അന്ന് നേമം SI സോമശേഖരൻ നായരായിരുന്നു. മീശ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സോമശേഖരൻ നായർ ചട്ടമ്പികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒടുവിൽ പറയാം. ഇനി കഥയുടെ മറുവശം. പ്രാവച്ചമ്പലം ചന്തയിലെത്തുന്ന 1-2 പട്ടാളക്കാർ പണം കൊടുക്കാതെ അവർക്കിഷ്ടമുള്ള മീനും മറ്റു സാധനങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. പട്ടാളക്കാരല്ലേ, അതുകൊണ്ട് തന്നെ അവരെ എതിർക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ഇത് സ്ഥിരമായപ്പോൾ കച്ചവടക്കാർ പോലീസിൽ പരാതിപ്പെട്ടു. ഇത് നീതിയല്ല, പ്രത്യേകിച്ച് പട്ടാളക്കാരാണ് ചെയ്യുന്നതെങ്കിൽ ഒട്ടും നീതിയല്ല. വിഷയത്തിൽ ഇടപെടാൻ തന്നെ സോമശേഖരൻ നായർ തീരുമാനിച്ചു. അദ്ദേഹം മഫ്തിയിൽ വൈകുന്നേരം ചന്തയിലെത്തി. അപ്പോഴേക്കും യൂണിഫോമിലല്ലാതെ എത്തിയ 2 പട്ടാളക്കാർ അവർക്കിഷ്ടമുള്ള മീനും പച്ചക്കറികളുമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് മാറി നിൽക്കുകയായിരുന്ന സോമശേഖരൻ നായർ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹം അവരെ അടിച്ച് നിലംപരിശാക്കി. ഇതെല്ലാം കണ്ട് ആൾക്കാർ അന്തം വിട്ടു നിന്നു.
പിന്നീടായിരുന്നു സോമശേഖരൻ നായരുടെ മാസ് ഐറ്റം. ഭീമൻ രഘു അവതരിപ്പിച്ച സോമശേഖരൻ പിള്ള എന്ന സിഐയുടെ കഥാപാത്രത്തിന് പ്രചോദനമായത് മീശ സോമശേഖരൻ നായരായിരുന്നു അത്രേ. ഈ സിനിമയിൽ മോഹൻലാലിനെ കൈവിലങ്ങിട്ട് പോലീസ് ജീപ്പിൽ ബന്ധിച്ച് അങ്ങാടിയിലൂടെ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. സ്ഫടികം പുറത്തിറങ്ങുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ സോമശേഖരൻ നായർ ഈ രംഗം അതിഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഇതാണ് നേമം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ കാരണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇനി സോമശേഖരൻ നായരെ കുറിച്ച്. 6 അടിയിലേറെ ഉയരവും വിരിഞ്ഞ നെഞ്ചുമൊക്കെയായി ഒരു അജാനുബാഹു, മുകളിലേക്ക് പിരിച്ചുവെച്ച സ്റ്റൈലൻ മീശ, കറുത്ത കൂളിംഗ് ഗ്ലാസ്. ഒറ്റ നോട്ടത്തിൽ നടൻ ജയനാണെന്ന് തോന്നുമായിരുന്നു അത്രേ സോമശേഖരൻ നായരെ കണ്ടാൽ. ജയനെ അനുകരിക്കുകയായിരുന്നു സോമശേഖരൻ നായർ എന്നും ചില അസൂയാലുക്കൾ അന്ന് പറഞ്ഞു നടന്നിരുന്നു. പോലീസ് ജീപ്പിന്റെ സൈഡിലിരുന്ന് ഒരു കാല് പുറത്തേക്കിട്ട് ജീപ്പിന്റെ മുകളിലെ കമ്പിയിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്ര. CI സോമശേഖരൻ നായർ വരുന്നുണ്ടെന്ന് കേട്ടാൽ 3 കിലോമീറ്ററിനപ്പുറം നിൽക്കുന്നവർ പോലും മാറിപ്പോകുമായിരുന്നു അത്രേ. വിഴിഞ്ഞം കലാപം, പുതുക്കുറിച്ചി വെടിവയ്പ, വിളനിലം സമരം, AIYFന്റെ ജയിൽ നിറയ്ക്കൽ സമരം, അങ്ങനെ കേരളത്തിൽ അടയാളപ്പെടുത്താവുന്ന എല്ലാ സംഭവങ്ങളിലും ക്രമസമാധാന പാലനത്തിനായി മുൻനിരയിൽ സോമശേഖരൻ നായർ ഉണ്ടായിരുന്നു. ഒടുവിൽ പാലക്കാട് SP ആയിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. ഇപ്പോൾ സോമശേഖരൻ നായർ തിരുവനന്തപുരത്തിനടുത്തു തന്നെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. നേമം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെക്കുറിച്ച് ഇങ്ങനെ 2 തരം വാദങ്ങളാണ് പ്രചാരത്തിലുള്ളതെങ്കിലും ആദ്യത്തെ വാദത്തിനാണ് പ്രചാരം. ഒരുപക്ഷെ പോലീസിനോട് പൊതുജനങ്ങൾക്കുള്ള എക്കാലത്തെയും മനോഭാവമായിരിക്കാം ഇതിനു കാരണം. നേമം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ പഴമക്കാർക്ക് ഇന്നും ആവേശം കൂടുതലാണ്. സംഭവം കഴിഞ്ഞിട്ട് 39 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, കാര്യം എന്തായാലും 150ഓളം വരുന്ന പട്ടാളക്കാരുടെ കൈക്കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അംഗസംഖ്യ കുറഞ്ഞ പോലീസിന് കഴിയില്ലായിരുന്നു. ഇക്കാര്യം നന്നായി അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലോകമൊന്നാകെ ഇളകി വന്നാലും പതറാതെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന സോമശേഖരൻ നായർ അവിടെ നിന്ന് രക്ഷപ്പെട്ടതും. എന്തായാലും കേരള പോലീസിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ സോമശേഖരൻ നായരുടെയും ശ്രീമുകുന്ദന്റെയും ഒക്കെ പേര് തിളങ്ങി തന്നെ നിൽക്കും.